ഹായ് ഫ്രണ്ട്സ്, PSC പഠിപ്പുരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഒക്ടോബർ 23 കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്. അന്താരാഷ്ട്ര മോൾ ദിനം ഒക്ടോബർ 23. അന്താരാഷ്ട്ര മോൾ ദിനം ഒക്ടോബർ 23. ഫോബ്സ് മിഡിൽ ഈസ്റ്റിന്റെ 2025 ടോപ്പ് ഹെൽത്ത് കെയർ പട്ടികയിൽ ഇടം നേടിയ മലയാളികൾ: ആസാദ് മൂപ്പൻ, അലീഷ മൂപ്പൻ, ഷംഷീർ വയലിൽ, സണ്ണി കുര്യൻ, മുഹമ്മദ് മിയാൻ ദാദ്. അപ്പോൾ ഫോബ്സ് മിഡിൽ ഈസ്റ്റിന്റെ 2025 ടോപ്പ് ഹെൽത്ത് കെയർ പട്ടികയിൽ ഇടം നേടിയ മലയാളികളാണ് ആസാദ് മൂപ്പൻ, അലീഷ മൂപ്പൻ, ഷംഷീർ വയലിൽ, സണ്ണി കുര്യൻ, മുഹമ്മദ് മിയാൻ ദാദ്. ശബരിമല ദർശനം നടത്തുന്ന ആദ്യ വനിതാ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ശബരിമല ദർശനം നടത്തുന്ന ആദ്യ വനിതാ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ശബരിമലയിൽ എത്തുന്ന രണ്ടാമത്തെ രാഷ്ട്രപതി കൂടിയാണ്. 1973 രാഷ്ട്രപതിയായിരുന്ന VV ഗിരി ശബരിമല ദർശനം നടത്തിയിരുന്നു. അപ്പോൾ 1973 രാഷ്ട്രപതിയായിരുന്ന VV ഗിരി ശബരിമല ദർശനം നടത്തിയിരുന്നു. ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നുമാണ് 10,000 കോടിയുടെ മിസൈലുകൾ വാങ്ങുന്നത്? റഷ്യ. ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നുമാണ് 10,000 കോടിയുടെ മിസൈലുകൾ വാങ്ങുന്നത്? റഷ്യ. 2025 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ പ്രൊഫസർ ഏകനാഥ് ചിറ്റ്നിസ്. 2025 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ് പ്രൊഫസർ ഏകനാഥ് ചിറ്റ്നിസ്. 1985 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു. രാജ്യത്തെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായി തുമ്പയെ തിരഞ്ഞെടുത്തത് ഇദ്ദേഹമാണ്. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ മുൻ ചെയർമാൻ കൂടിയാണ് പ്രൊഫസർ ഏകനാഥ് ചിറ്റ്നിസ്. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ലോഗോകൾ കണ്ടു പറഞ്ഞതിന്റെ ലോക റെക്കോർഡ് സ്വന്തമാക്കിയ മലയാളിയാണ് രമ്യ ശ്യാം. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ലോഗോകൾ കണ്ടു പറഞ്ഞതിന്റെ ലോക റെക്കോർഡ് സ്വന്തമാക്കിയ മലയാളി രമ്യ ശ്യാം. സംസ്ഥാന കായികമേളയിൽ ഭിന്നശേഷി കായിക താരങ്ങൾക്കായി ഏർപ്പെടുത്തിയ ഇൻക്ലൂസീവ് സ്പോർട്സിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് പാലക്കാട്. സംസ്ഥാന കായികമേളയിൽ ഭിന്നശേഷി കായിക താരങ്ങൾക്കായി ഏർപ്പെടുത്തിയ ഇൻക്ലൂസീവ് സ്പോർട്സിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് പാലക്കാട്. നിർമ്മിത ബുദ്ധി AI ഉപയോഗിച്ചു മറ്റു ഡീപ്പ് ഫേക്ക് പോലുള്ള കൃത്രിമ ഉള്ളടക്കങ്ങൾ സൃഷ്ടിച്ച് ഡിജിറ്റൽ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് തടയാൻ കരട് ചട്ടമുണ്ടാക്കി കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം. AI ഉപയോഗിച്ചോ അൽഗോരിതത്തിൽ മാറ്റം വരുത്തിയോ സൃഷ്ടിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ഉൾപ്പെടെയുള്ള ഉള്ളടക്കങ്ങൾക്ക് ലേബലിംഗ് നിർബന്ധമാക്കും. 2025 IT ഇടനിലക്കാർക്കുള്ള മാർഗരേഖയും ഡിജിറ്റൽ മാധ്യമ ധാർമ്മികതാ കോഡും ഭേദഗതി ചട്ടമാണ് പുറത്തിറക്കിയത്. 2021 ഫെബ്രുവരിയിലാണ് IT ചട്ടങ്ങൾ ആദ്യം കൊണ്ടുവന്നത്. പിന്നീട് 2022 ഒക്ടോബറിലും 2023 ഏപ്രിലിലും ചട്ടത്തിൽ ഭേദഗതികൾ കൊണ്ടുവന്നു. 2025 നാവികസേന ദിനാഘോഷത്തിന്റെ വേദിയാകുന്നത് ശംഖുമുഖം തിരുവനന്തപുരമാണ്. 2025 നാവികസേന ദിനാഘോഷത്തിന്റെ ഭാഗമാകുന്ന വേദി ശംഖുമുഖം തിരുവനന്തപുരം. നാവികസേനാ ദിനം ഡിസംബർ 4. ഡിസംബർ 4 നാവികസേനാ ദിനം. ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ ഓണററി പദവി ലഭിച്ച ഒളിമ്പിക്സ് മെഡൽ ജേതാവ് നീരജ് ചോപ്ര. ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ ഓണററി പദവി ലഭിച്ച ഒളിമ്പിക്സ് മെഡൽ ജേതാവ് നീരജ് ചോപ്ര. 2025 ഒക്ടോബറിൽ അന്തരിച്ച പോർച്ചുഗൽ മുൻ പ്രധാനമന്ത്രി ഫ്രാൻസിസ്കോ പിന്റോ ബാൽസെമാവോ. 2025 ഒക്ടോബറിൽ അന്തരിച്ച പോർച്ചുഗൽ മുൻ പ്രധാനമന്ത്രിയാണ് ഫ്രാൻസിസ്കോ പിന്റോ ബാൽസെമാവോ. കർഷകരുടെ ഡിജിറ്റൽ വിവരങ്ങളും ഓരോ സീസണിലും കൃഷിയിടത്തെയും വിളകളെയും പറ്റി
സർവേ നടത്തി വിവരശേഖരണം നടത്തുന്ന പ്രവർത്തനമാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ. ഡിജിറ്റൽ ക്രോപ്പ് സർവേ സംസ്ഥാന വ്യാപകമായി നടപ്പാക്കാനൊരുങ്ങി കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്. ചാറ്റ് GPT നിർമ്മാതാക്കളായ ഓപ്പൺ AI അവതരിപ്പിച്ച പുതിയ വെബ് ബ്രൗസറാണ് അറ്റ്ലസ്. ചാറ്റ് GPT നിർമ്മാതാക്കളായ ഓപ്പൺ AI അവതരിപ്പിച്ച പുതിയ വെബ് ബ്രൗസറാണ് അറ്റ്ലസ്. നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ വീണ്ടും ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നന്ദി.